നമസ്കാരം. പറവൂരിലെ സാധാരണക്കാരൻ്റെ ആശ്രയമായ വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന പുനർജനി പദ്ധതിക്കെതിരെ CBI അന്വേഷണത്തിന് കേരള സർക്കാർ ശുപാർശ ചെയ്തിരിക്കുകയാണ്. TP വധക്കേസിലും ഷുഹൈബ് വധക്കേസിലും ഷുക്കൂർ വധക്കേസിലും ശരത് ലാൽ വധക്കേസിലും കൃപേഷ് വധക്കേസിലും പ്രതികളായ ആളുകൾ ഭരണത്തിൻ്റെ മറവിൽ രക്ഷപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ അവരുടെ കുടുംബങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി. ഇതിനെതിരെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി കേസ് നടത്തിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതേ പിണറായി വിജയൻ 2 കേസുകളാണ് CBIക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഒന്ന്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത കൊടുത്ത പരാതിയാണ്. രണ്ടാമത്തേത് വി.ഡി. സതീശൻ്റെ പുനർജനി പദ്ധതിക്കെതിരെയുള്ളതാണ്. വ്യവസായികളിൽ നിന്നും ഉദാരമതികളായ ആളുകളിൽ നിന്നും പണം സ്വീകരിച്ച് സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു പദ്ധതിയാണ് പുനർജനി പദ്ധതി. പുനർജനി പദ്ധതിയിലൂടെ 326 കുടുംബങ്ങൾക്കാണ് പറവൂരിൽ വി.ഡി. സതീശൻ വീട് നിർമ്മിച്ച് നൽകിയത്. അതുപോലെ നിരവധി കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ, കന്നുകാലി വളർത്ത് പോലുള്ള ചെറിയ ചെറിയ ജീവിതോപാധികൾ കണ്ടെത്താൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയാണ് പുനർജനി പദ്ധതി. പറവൂരിലെ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് വി.ഡി. സതീശൻ്റെ ജനപിന്തുണ ഓരോ തിരഞ്ഞെടുപ്പിലും വർദ്ധിച്ചു വരുന്നത്. നമുക്കറിയാം, ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇടതുമണ്ഡലമായ പറവൂരിൽ അദ്ദേഹം 7000 വോട്ടിനാണ് ജയിച്ചു കയറിയത്. അതേ വി.ഡി. സതീശൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ CPM തൂത്തുവാരിയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 21,000 വോട്ടിനാണ് പറവൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ ഇതുപോലെ വർദ്ധിച്ചു വരുന്നത്. കേരളത്തിലെ ഓരോ MLAയും മാതൃകയാക്കേണ്ട പ്രവർത്തനമാണ് പറവൂരിൽ വി.ഡി. സതീശൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് ഏറെ ഉപകാരപ്പെടുന്ന ഈ പദ്ധതിയെ നിരന്തര കേസെടുത്ത് തുരങ്കം വെക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. ആദ്യം ഒരു തവണ പിണറായിയുടെ വിജിലൻസ് അന്വേഷിച്ചു, കേസിൽ കഴമ്പില്ല എന്ന് കണ്ട് കേസ് അവസാനിപ്പിച്ചു. രണ്ടാമത് മറ്റൊരാളിൽ നിന്നും പരാതി എഴുതി വാങ്ങി. കഴിഞ്ഞ 5 വർഷമായി പിണറായിയുടെ വിജിലൻസ് വീണ്ടും അന്വേഷിച്ചു. അതിനുശേഷം ഈ പരാതി നിലനിൽക്കില്ല, ഈ കേസിൽ കഴമ്പില്ല, കുറ്റകരമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പിണറായിയുടെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്ത അതേ കേസിലാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന് പിണറായി സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ വർഷം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും കേരളത്തിൽ നടത്തിയ നവകേരള സദസ്സ്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച പിണറായി വിജയൻ സാധാരണക്കാരായ ഒരാളിൽ നിന്ന് പോലും ഒരു പരാതിയും നേരിട്ട് സ്വീകരിച്ചില്ല. അദ്ദേഹം കണ്ടതും സംസാരിച്ചതും ഭക്ഷണം കഴിച്ചതും പൗരപ്രമുഖരുടെ കൂടെയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന പുനർജനി പോലുള്ള പദ്ധതികളോട് വെറുപ്പ് തോന്നുക സ്വാഭാവികമാണ്. വി.ഡി. സതീശൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പിണറായി വിജയനോ CPM നേതാക്കളോ കരുതുന്നില്ല. ഈ കേസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ വാർത്താ തലക്കെട്ടുകൾ ഉണ്ടാക്കുക എന്നതാണ്. റിപ്പോർട്ട് പോലുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്താ തലക്കെട്ടുകൾ സൈബർ സഖാക്കൾക്ക് ഷെയർ ചെയ്ത് സമയം കളയാമെന്നതാണ് ഇതുകൊണ്ടുള്ള ഏക നേട്ടം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം ഉഡായിപ്പ് വിദ്യകളുമായി വരുന്ന പിണറായി വിജയനോട് പറയാനുള്ളത്, ഈ സമയം കൊണ്ട് വി.ഡി. സതീശൻ പറവൂരിൽ ചെയ്തതുപോലെ താങ്കളുടെ മണ്ഡലത്തിലും 10 കുടുംബങ്ങൾക്ക് വീടെടുത്തു കൊടുക്കാനോ 10 കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗം കണ്ടെത്താനോ ഈ സമയം ചെലവഴിക്കണമെന്നാണ് പിണറായി വിജയനോട് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഈ വിദ്യകൾ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് പിണറായി വിജയൻ ദയവ് ചെയ്ത് മനസ്സിലാക്കണം.